MRF എന്ന ബിസിനസിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് സച്ചിന്റെ ബാറ്റിലൂടെയാണ്. ഈ വീഡിയോ കാണുന്ന പലരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ കമന്റിൽ അറിയിക്കുക. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് MRF എന്ന് പറയുന്നത് ഈ ബാറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പോർട്സ് കമ്പനിയാണെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് MRFന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മദ്രാസ് റബ്ബർ ഫാക്ടറി എന്നാണെന്നും അവർ ടയറുകളാണ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നതെന്നും അതിന്റെ ഫൗണ്ടർ ഒരു മലയാളിയാണെന്നും ഒക്കെ. വെറും ബലൂൺ കച്ചവടത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ടയർ മാനുഫാക്ചർമാരിൽ ഒരാളായി മാറിയ MRFന്റെ കഥ ബിസിനസ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് MRFനെ പറ്റി ഡീറ്റെയിൽഡ് ആയി തന്നെ ഡിസ്കസ് ചെയ്യാം. ഹലോ, മൈ നെയിം ഇസ് അഖിൽ ആൻഡ് വെൽക്കം ടു ദ ട്രൈബ്. അപ്പോൾ എങ്ങനെയാണ് ബലൂൺ കച്ചവടക്കാരനായ ഒരു മലയാളി 60,000 കോടി രൂപയുടെ ഒരു ബിസിനസ് സാമ്രാജ്യം പടുതുയർത്തിയത്? അതിൽ നിന്നും ബിസിനസ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ, ബിസിനസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ സാധിക്കുക? നമുക്ക് നോക്കാം. MRFന്റെ കഥ ആരംഭിക്കുന്നത് 1946-ലാണ്. KM മാമൻ മാപ്പിള എന്ന കോട്ടയംകാരൻ മദ്രാസിന് വണ്ടി കയറുകയാണ്. അവിടെ അദ്ദേഹം ഒരു ഷെഡ് എടുത്തിട്ട് അവിടെ ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് സെറ്റ് ചെയ്യുകയാണ് ബലൂണുകൾ ഉണ്ടാക്കാനായിട്ട്. ബലൂൺ കച്ചവടം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ വലിയ ബിസിനസ്സുകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം മാമൻ മാപ്പിളയുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു ഗ്യാപ്പ് കണ്ടെത്തുകയാണ്. ഇന്ത്യൻ ട്രാൻസ്പോർട്ട് സെക്ടർ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ ടയറുകൾ പെട്ടെന്ന് തേഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന്. അതിൻ്റെ എല്ലാ കമ്പനികളും ട്രെഡ് റബ്ബറിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് ഫോറിൻ കമ്പനികളെയായിരുന്നു. ട്രെഡ് റബ്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടയറിന്റെ പുറം ഭാഗത്ത് വരുന്ന ആ ലെയറിനെയാണ് സൂചിപ്പിക്കുന്നത്, റോഡുമായി ഡയറക്റ്റ് ബന്ധത്തിലുള്ള ആ ലെയറിനെ. ഈ ഒരു അവസരം മനസ്സിലാക്കുന്ന മാമൻ മാപ്പിള ബലൂൺ കച്ചവടം ഉപേക്ഷിച്ച് ട്രെഡ് റബ്ബർ ഉണ്ടാക്കുന്ന ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്. ഇത് വലിയൊരു റിസ്ക് തന്നെയായിരുന്നു. പക്ഷേ ഈ റിസ്ക് വലിയ രീതിയിലുള്ള സക്സസ് ആയി മാറി. വെറും 4 വർഷം കൊണ്ട് തന്നെ ഇന്ത്യൻ ട്രെഡ് റബ്ബർ മാർക്കറ്റിന്റെ 50% പിടിച്ചെടുക്കാനായിട്ട് MRFന് സാധിക്കുന്നു. MRFന്റെ ഈ വരവോടുകൂടി പല ഫോറിൻ സപ്ലയേഴ്സിനും ഇന്ത്യയിലെ കച്ചവടം പൂട്ടിപ്പോകേണ്ടിയും വരുന്നു. എന്നാൽ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന മാമൻ മാപ്പിളയെ തൃപ്തിപ്പെടുത്താനായിട്ട് ട്രെഡ് റബ്ബർ ബിസിനസ്സിലെ ഈ സക്സസിനും സാധിക്കുന്നില്ല. അദ്ദേഹം മുഴുവനായി ടയറുകൾ ഉണ്ടാക്കുന്ന കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ അവിടെ അദ്ദേഹത്തിനെ കാത്ത് 2 മേജർ ആയിട്ടുള്ള ചലഞ്ചുകൾ കാത്തിരിപ്പുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് ഇന്ത്യയിൽ ടയർ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നില്ല എന്നതാണ്. രണ്ടാമത്തേത് അക്കാലത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഭരിച്ചുകൊണ്ടിരുന്നത് ഫയർസ്റ്റോണും ഡൺലോപ്പും ഗുഡിയറും പോലെയുള്ള ഫോറിൻ കമ്പനികളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം ആശ്വാസമായി എത്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ കമ്പനികളെ പ്രൊമോട്ട് ചെയ്യാനുള്ള പല സ്കീമുകളുമായി മുമ്പോട്ട് വന്നു. അത് MRFനും മാമൻ മാപ്പിളയ്ക്കും ഒരു വലിയ സപ്പോർട്ട് തന്നെയായിരുന്നു. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചലഞ്ചിനെ ഫേസ് ചെയ്യാനായിട്ട് 1960 US കമ്പനിയായ മാൻസ്ഫീൽഡ് ടയർ ആൻഡ് റബ്ബർ കമ്പനിയുമായിട്ട് അവരൊരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുകയാണ്. പക്ഷേ ഈ പാർട്ട്ണർഷിപ്പ് ഒരു സക്സസ് ആവുന്നില്ല, അത് വലിയൊരു പരാജയമായി മാറുകയാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മാൻസ്ഫീൽഡ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് US സ്മൂത്ത് റോഡുകൾക്ക് വേണ്ടിയുള്ള ടയറുകളായിരുന്നു. അതേ ടെക്നോളജി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതൊരു പരാജയമായി മാറി. ഇന്ത്യയിലെ റഫായിട്ടുള്ള റോഡുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആ ടയറുകൾക്ക് സാധിച്ചില്ല. അങ്ങനെ അടുത്ത സൊല്യൂഷന് വേണ്ടി തിരയുന്ന MRF അടുത്ത ഫോറിൻ പാർട്ട്ണറിനെ കണ്ടെത്തുന്നതിന് പകരം ഒരു ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണ്. അവർ സ്വന്തമായി ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇന്ത്യൻ റോഡുകൾക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ ടയറുകൾ നിർമ്മിക്കാനായി അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ 1963 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ നെഹ്റു തറക്കല്ലിടുകയാണ് MRFന്റെ റബ്ബർ റിസർച്ച് ഫാക്ടറിക്കായിട്ട്. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. കാരണം ഈ റിസർച്ച് സെന്ററിന്റെ സഹായത്തോടു കൂടി ഇന്ത്യൻ റോഡുകൾക്ക് ആവശ്യമായ നല്ല ടയർ നിർമ്മിച്ചെടുക്കാനായിട്ട് MRFന് സാധിച്ചു. ഇത് അവർക്ക് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും കൊടുത്തു. അടുത്തതായി MRF എന്ന കമ്പനി വളരാനായി ഉപയോഗിച്ച ചില കോർ സ്ട്രാറ്റജികൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അതിനുശേഷം അതിന്റെ റിസൾട്ടുകൾ എന്താണെന്നും നമുക്ക് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ്. പല കമ്പനികളും റാപ്പിഡ് എക്സ്പാൻഷന് വേണ്ടി കോടികൾ കടം വാങ്ങുന്ന സമയത്ത് MRF ഫോക്കസ് ചെയ്തത് ക്ഷമയോടെ വളരുന്നതിലാണ്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അവരുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കിയാൽ മതി. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന് വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാം. ഒരു കമ്പനി അവർ സ്വന്തമായി ഇടുന്ന ഓരോ രൂപയ്ക്കുമെതിരെ എത്ര രൂപ കടം വാങ്ങുന്നു എന്നുള്ളതാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ മനസ്സിലാക്കാനായിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ ചെറിയൊരു ബിസിനസ് ആരംഭിക്കാനായി തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കാം. അതിന് നിങ്ങൾക്ക് ആവശ്യമായ തുക 3 ലക്ഷം രൂപയാണ്.
ഇതിൽ 1,00,000 രൂപ നിങ്ങൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന 2,00,000 രൂപ ഒരു ബാങ്കിൽ നിന്നും നിങ്ങൾ കടമെടുക്കുകയാണ്. ഇപ്പോൾ മൊത്തം 3,00,000 രൂപ ആയിട്ടുണ്ട്. ഇതിലെ ഓണേഴ്സ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതായത് നിങ്ങൾ സ്വന്തമായി ഇട്ട 1,00,000 രൂപ, അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കടം വാങ്ങിയ പൈസ ഉണ്ടല്ലോ, ബാങ്കിൽ നിന്നും എടുത്ത 2,00,000 രൂപയുടെ ലോൺ, അതിനെയാണ് നമ്മൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഓണേഴ്സ് കൊണ്ടുവരുന്ന പൈസ ഇക്വിറ്റി ആണെന്നും അതുപോലെ തന്നെ കടം വാങ്ങുന്ന പൈസ ഡെപ്റ്റ് ആണ് എന്നുള്ളതും മനസ്സിലായല്ലോ അല്ലെ? ഇനിയും ഇപ്പൊ നമ്മൾ ഈ എക്സാമ്പിൾ ആയിട്ട് എടുത്ത ഈ ഒരു ബിസിനസിന്റെ കേസിലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയാണ് എന്ന് പരിശോധിച്ചാലോ? അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ടോട്ടൽ ഡെപ്റ്റിനെ ടോട്ടൽ ഇക്വിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. അപ്പം ഈ ഒരു കേസിലെ നമ്മുടെ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ബാങ്കിൽ നിന്നും കടം വാങ്ങിയ 2,00,000 രൂപയാണ്. നമ്മുടെ ടോട്ടൽ ഇക്വിറ്റി എന്ന് പറയുന്നതോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 1,00,000 രൂപയും. അപ്പൊ 2,00,000 രൂപയെ 1,00,000 രൂപയുമായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും അല്ലെ? അതായത് ഈ ഒരു ബിസിനസിന്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. എന്ന് പറയുമ്പോൾ ബിസിനസ് ഓണേഴ്സ് കൊണ്ടുവന്ന ഓരോ രൂപയ്ക്കും 2 രൂപയുടെ കടം ഈ ബിസിനസ് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇനിയും MRFന്റെ കേസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ MRFന്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ MRFന്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയുടെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 0.12% തൊട്ട് 0.20% വരെ മാത്രമാണ്. എന്ന് പറയുമ്പോൾ കമ്പനി ഇട്ടിട്ടുള്ള ഓരോ രൂപയ്ക്കും അവരേതാണ്ട് 12 പൈസ മുതൽ 20 പൈസയുടെ ലോൺ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇത്ര ചെറിയൊരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൈസ അടച്ചു തീർക്കേണ്ട ഒരു പ്രഷറോ കാര്യങ്ങളോ ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ലോങ് ടേമിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ബിസിനസ് ഡിസിഷൻസ് എടുക്കാനും MRFന് സാധിക്കുന്നു. ഇനി MRFന്റെ കോർ സ്ട്രാറ്റജിയിലെ രണ്ടാമത്തെ മേജർ പോയിന്റ് എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫസ്റ്റ് അപ്രോച്ച് ആണ്. അവര് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇങ്ങനെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവരാനും അതിന്റെ റിസൾട്ടുകൾ എൻജോയ് ചെയ്യാനായിട്ടും കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആദ്യ കാലങ്ങളിൽ കമ്പനി തുടങ്ങാനുള്ള ടെക്നോളജിക്കൽ സപ്പോർട്ടിന് വേണ്ടി അവർ പോയ US 1967 ടയറുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായി അവർ മാറിയതാണ്. പിന്നീട് 1973 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നൈലോൺ ടയറുകൾ നിർമ്മിച്ചതും നമ്മുടെ MRF തന്നെയാണ്. MRFന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ സ്ട്രെങ്ത് കാരണം എയർക്രാഫ്റ്റിലേക്കും മിലിറ്ററിയിലേക്കും, എന്തിനധികം പറയുന്നു Formula 3 റേസിംഗിലേക്ക് വരെ ടയറുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വളരാനുമായിട്ട് അവർക്ക് സാധിച്ചു. MRFന്റെ കോർ സ്ട്രാറ്റജിയിലെ മൂന്നാമത്തെ പോയിന്റ് അവരുടെ ലോങ് ടേം ബ്രാൻഡിങ് ഗെയിമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 1964 അവരവരുടെ മസിൽമാൻ ലോഗോ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇന്നും അത് MRF ടയറുകളുടെ സ്ട്രെങ്തിനെയും ഡ്യൂറബിലിറ്റിയും ഒക്കെ കാണിച്ചുകൊണ്ട് സ്ട്രോങ് ആയി തന്നെ മുമ്പോട്ട് പോകുന്നു. ഇതിനുശേഷം 1987 ലോങ് ടേം ബ്രാൻഡിങ്ങിലെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഇവർ കളിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് ഫാസ്റ്റ് ബോളേഴ്സിനെ കിട്ടുന്നതിനായി ചില ചാലഞ്ചുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്ത് ഓസ്ട്രേലിയൻ ഇതിഹാസമായിരുന്ന ഡെന്നിസ് ലില്ലിയോടൊപ്പം ചേർന്ന് അവർ MRF പേസ് ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. MRF പേസ് ഫൗണ്ടേഷനിലൂടെയാണ് ശ്രീനാഥും സഹീർ ഖാനും ഇർഫാൻ പത്താനും പിന്നീട് ബൂംറയും ഒക്കെ വന്നത്. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു മേജർ പ്രോബ്ലം സോൾവ് ചെയ്ത ഒരു നാഷണൽ പ്രൈഡായി മാറാനും MRFന് സാധിച്ചു. പിന്നീട് അവർ ബാറ്റ് സ്പോൺസർഷിപ്പുകളിലേക്കും ഇറങ്ങി. പക്ഷെ ഈ ബാറ്റ് സ്പോൺസർഷിപ്പിൽ അവർ വളരെ സെലക്റ്റീവ് ആയിരുന്നു. ഏതാണ്ട് 35 വർഷങ്ങൾക്കിടയിൽ ഏതാണ്ട് 15ഓളം പ്ലേയേഴ്സിനെ മാത്രമാണ് അവർ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ സച്ചിനും ബ്രയൻ ലാറയും കോഹ്ലിയും ഇപ്പൊ ശുഭ്മാൻ ഗില്ലും ഒക്കെ ഉണ്ട്. സ്പോൺസർഷിപ്പ് നൽകുന്നതിലെ ഈ സെലക്റ്റീവ്നെസ്സും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാനായി സാധിക്കും. കാരണം ഓരോ ജനറേഷനിലെയും ബെസ്റ്റ് പ്ലേയേഴ്സിനെ സ്പോൺസർ ചെയ്യുന്നതിലൂടെ MRFും അങ്ങനെ ഒരു കമ്പനിയാണ് എന്നുള്ള രീതിയിൽ അവർക്ക് പൊസിഷൻ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വർഷങ്ങൾക്ക് മുമ്പ് സച്ചിൻ MRFന്റെ ബാറ്റ് വെച്ച് കളിക്കുന്നത് കണ്ടു വളർന്ന ഒരു കുട്ടി പിന്നീട് അവനൊരു കാറോ ബൈക്കോ വാങ്ങുമ്പോൾ ആദ്യം ടയറിന്റെ ഒരു ഓപ്ഷനായി കൺസിഡർ ചെയ്യുക MRF തന്നെയാവും അല്ലെ? അപ്പൊ MRF എന്ന ബിസിനസിന്റെ ചില കോർ സ്ട്രാറ്റജികൾ എന്താണെന്ന് നമ്മൾ നോക്കി. ഇനിയും ഈ കോർ സ്ട്രാറ്റജികൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും കൂടെ നമുക്ക് അറിയണ്ടേ. 1946 വെറും ഒരു ഷെഡില് ബലൂൺ കച്ചവടം ആരംഭിച്ച അവര് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ടയർ കമ്പനികളിൽ ഒന്നാണ്. 2024 അവരുടെ റവന്യൂ എന്ന് പറയുന്നത് മാത്രം ഏതാണ്ട് 28,000 കോടി രൂപയായിരുന്നു. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 60,000 കോടി രൂപയാണ്.
അവരുടെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് $700 മില്യൺ വരും. ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ടയർ കമ്പനിയായി ബ്രാൻഡ് ഫിനാൻസ് അവരെ പ്രഖ്യാപിച്ചിരുന്നു. ഇനി അവരുടെ സ്റ്റോക്ക് പ്രൈസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2001 അതൊരു 400 രൂപയിലായിരുന്നെങ്കിൽ 2025 എത്തി നിൽക്കുമ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് ഏതാണ്ട് 1,56,000 രൂപയുടെ മുകളിലാണ്. എന്ന് പറയുമ്പോൾ പുതിയൊരു ബൈക്ക് വാങ്ങാനുള്ള പൈസ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായി MRF എന്ന ബിസിനസ്സിൽ നിന്നും ബിസിനസ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ സാധിക്കുക എന്ന് നോക്കിയാലോ. അതിൽ ആദ്യത്തേത് എക്സ്ട്രീം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ തന്നെയും ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു എക്സ്ട്രീം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ്. അത് ഉണ്ടാക്കാനായി നമുക്ക് ശ്രമിക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് റീഇൻവെസ്റ്റ് എന്നുള്ളതാണ്. MRF എന്ന ബിസിനസ് അവർക്ക് കിട്ടിയ പ്രോഫിറ്റുകൾ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തു. ആ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ റിസൾട്ടായി ലഭിച്ച ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാനായി സഹായിക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുമുള്ള പ്രോഫിറ്റ്സ് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി റീഇൻവെസ്റ്റ് ചെയ്യാനായി ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ക്വാളിറ്റി ബിഫോർ ഹൈപ്പ് എന്നതാണ്. അതായത് നല്ലൊരു പ്രൊഡക്റ്റ് ഇല്ലാതെ നമ്മൾ എത്ര അധികം മാർക്കറ്റ് ചെയ്താലും ആ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാനായി സാധിക്കില്ല. MRF ആദ്യം ശ്രദ്ധിച്ചത് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിലും അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലുമാണ്. അതിനുശേഷമാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും ഈ ഒരു കാര്യം മനസ്സിൽ വെക്കാം, ക്വാളിറ്റി ബിഫോർ ഹൈപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ആസ് ബിസിനസ് സ്റ്റുഡൻസ്, ബിസിനസ്സിനെ ഇഷ്ടപ്പെടുന്നവർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ സിമിലർ ആയിട്ടുള്ള വീഡിയോസും ചെക്കൗട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് കാപ്പേ ഡിയം.